കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ സഹകരണ സൊസൈറ്റി തട്ടിപ്പിൽ പോലീസ് കേസെടുത്തു. സൊസൈറ്റി സെക്രട്ടറി ഇരുവേരി കക്കോത്ത് സ്വദേശി ഇ.കെ. ഷാജി, അറ്റൻഡർ പടിവിലായി സ്വദേശി കെ.കെ. ശൈലജ എന്നിവർക്കെതിരെയാണ് ചക്കരക്കൽ പോലീസ് കേസെടുത്തത്. പി.വി. വത്സരാജന്റെ പരാതിയിലാണ് നടപടി. 8 കോടിയോളം രൂപ തട്ടിയെന്ന പരാതിയിലാണ് കേസ്. മനോജുമയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ സഹകരണ സൊസൈറ്റി തട്ടിപ്പിൽ ഇപ്പോൾ സൊസൈറ്റി സെക്രട്ടറിക്കും അറ്റൻഡർക്കുമെതിരെയാണ് ചക്കരക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണന്തു ചക്കരക്കല്ലിലെ കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ സൊസൈറ്റിയിലെ കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. സൊസൈറ്റിയുടെ സെക്രട്ടറി ഇരുവേരി കക്കോത്തെ ഇ.കെ. ഷാജി, അറ്റൻഡർ പടിവിലായി സ്വദേശി കെ.കെ. ശൈലജ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. DCC ജനറൽ സെക്രട്ടറിയായ KC മുഹമ്മദ് ഫൈസൽ പ്രസിഡന്റായ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവർക്കാണ് ഇത് തിരിച്ചു കിട്ടാതായത്. ഇതോടെയാണ് വലിയ തോതിലുള്ള പരാതികൾ ഉയർന്നത്. P.V. വത്സരാജ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ചക്കരക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്നാം പ്രതിയായ സെക്രട്ടറി ഷാജി 7,87,98,121 രൂപയും രണ്ടാം പ്രതിയായ അറ്റൻഡർ കെ.കെ. ശൈലജ 21,530,000 രൂപയും തട്ടി എന്നാണ് ഈ FIRൽ പറയുന്നത്. FIRന്റെ പകർപ്പ് കണ്ണൂർ വിഷന് ലഭിച്ചിട്ടുണ്ട്. നിക്ഷേപകർ നിരവധി തവണ സൊസൈറ്റിയിൽ എത്തി ബഹളം വെക്കുകയും കോൺഗ്രസ് നേതാക്കളെ അടക്കം കണ്ട് ഈ വിഷയത്തിൽ പരാതി പറയുകയുമൊക്കെ ചെയ്തിരുന്നു. നിക്ഷേപ തുക തിരിച്ചു കിട്ടാത്തതിനെ തുടർന്നാണ് ഇടപാടുകാർ ഇപ്പോൾ പോലീസിനെ സമീപിച്ചിട്ടുള്ളത്. ഇതിൽ പോലീസ് പറയുന്നത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. ഈ സൊസൈറ്റിയിൽ എത്തി അതിൻ്റെ രേഖകളൊക്കെ പരിശോധിക്കണം. നേരത്തെയും പല തവണ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധനകളൊക്കെ നടത്തിയതാണ്. അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്നാണ് ചക്കരക്കൽ ഇൻസ്പെക്ടർ വ്യക്തമാക്കുന്നത്. ഈ തട്ടിപ്പ് കോൺഗ്രസ് നേതൃത്വത്തിനും വലിയ നാണക്കേടും തലവേദനയും ഒക്കെ ആയ ഒരു സംഭവമാണ്. DCC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് KC മുഹമ്മദ് ഫൈസലിനെ ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടുമുണ്ട്. ഈ പണം തട്ടിപ്പിൽ ഇതുവരെ KC മുഹമ്മദ് ഫൈസലിനെതിരെ ഇതുവരെ തെളിവുകളൊന്നുമില്ല, അത്തരത്തിലുള്ള പരാതികളുമില്ല. ഈ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ തട്ടിപ്പുകൾ നടന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ഒരു ആരോപണം. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. നേരത്തെ ഈ സെക്രട്ടറി ഈ ഇടപാടുകാർക്കെല്ലാം തന്നെ തൻ്റെ സ്വത്ത് വിറ്റും മറ്റും പണം നൽകും എന്ന ഒരു വാഗ്ദാനമൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ നിരവധി അവധികൾ ഇങ്ങനെ നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ബിൽഡിംഗ് സൊസൈറ്റിയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം നേരത്തെ ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫയലുകളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്യും. കൃഷ്ണേന്ദു.